നമസ്കാരം. ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. സൗദിയിൽ ട്രാഫിക് പോലീസിൽ വനിതകൾ വരുന്നു. സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അൽ ബസാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദി വനിതകൾക്ക് ഇതിനായുള്ള പരിശീലനം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിന് ട്രാഫിക് ഡയറക്ടറേറ്റ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്. വനിതകളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യം നിറവേറ്റുന്നതിന് ട്രാഫിക് ഡയറക്ടറേറ്റിന് സാധിക്കും. അൽബാഹ, ഹായിൽ, അൽ ഖസീം, നജ്റാൻ എന്നിവിടങ്ങളിൽ വൈകാതെ ലേഡീസ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തനം തുടങ്ങും. മറ്റു പ്രവിശ്യകളിലും വനിതകളിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകൾ വലിയ തോതിൽ ലഭിക്കുന്നുണ്ട്. റിയാദ് പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റി ലേഡീസ് ഡ്രൈവിംഗ് സ്കൂൾ വഴി പ്രതിദിനം 170 മുതൽ 190 വരെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നുണ്ട്. അൽ ഹസയിൽ ലേഡീസ് ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിക്കുന്നതിന് സൗദി അറാംകോ കമ്പനിയുമായി ട്രാഫിക് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കരാർ ഒപ്പുവച്ചിട്ടുണ്ട്. ന്യൂസ് ടുഡേ, അൽബാഫ. പാർസലുകൾ എത്തിക്കാൻ ഫാൽക്കൺ പക്ഷികൾ വരുന്നു. വസ്ത്രമേഖലയിൽ വിദഗ്ധരായ മാർക്കറ്റിംഗ് കമ്പനിയാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ ഫാൽക്കണുകളെ ഉപയോഗിച്ച് പാർസലുകൾ എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. പാർസലുകൾ എത്തിക്കാൻ 50 ഫാൽക്കണുകളെ പരിശീലിപ്പിച്ചതായി കമ്പനിയെ ഉദ്ധരിച്ച് പ്രാദേശിക ഓൺലൈൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവയ്ക്ക് മണിക്കൂറിൽ 390 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ കഴിയും. 3 മണിക്കൂറിനുള്ളിൽ പാർസലുകൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്. 500 ഗ്രാം തൂക്കമുള്ള പാഴ്സലുകളായിരിക്കും എത്തിക്കുക. സൗദിക്ക് പുറമെ UAEയിലും ഫാൽക്കൺ സേവനം ആരംഭിക്കും. പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും സർവീസ്. 3 മാസത്തിനുള്ളിൽ ഫാൽക്കണുകളുടെ എണ്ണം കൂട്ടുമെന്ന് കമ്പനി വ്യക്തമാക്കി. ന്യൂസ് ടുഡേ, ജിദ്ദ. പഠനച്ചിലവ് താങ്ങാനാവാതെ കുട്ടികളെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി ദുബായ് കിരീടാവകാശി. സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കുന്ന മാനേജ്മെന്റുകളുടെ നടപടി നിയന്ത്രിച്ചുകൊണ്ടാണ് പുതിയ നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്. അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ പുതിയ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുത്താനാണ് തീരുമാനം. ഉയർന്ന ഫീസ് അടക്കമുള്ള സ്കൂൾ ചെലവുകൾ താങ്ങാനാവാതെ ഒട്ടേറെ കുടുംബങ്ങൾ മക്കളുടെ TC വാങ്ങി നാട്ടിലേക്ക് മടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ പദ്ധതിക്ക് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയത്. ഇഷ്ടം പോലെ ഫീസ് കൂട്ടുന്നതിൽ നിന്ന് സ്കൂൾ അധികൃതരെ വിലക്കുന്നതാണ് പുതിയ തീരുമാനം. സ്വകാര്യ സ്കൂളുകളുടെ സാങ്കേതിക മികവ് ഉയർത്തുന്നതോടൊപ്പം രക്ഷിതാക്കളുടെ താൽപര്യങ്ങൾ കൂടി പരിഗണിച്ച് മികച്ച വിദ്യാഭ്യാസം തൃപ്തികരമായ ഫീസ് നിരക്കിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. തീരുമാനം ആശ്വാസം പകരുന്നതാണെന്ന് പ്രവാസി സമൂഹം ഒന്നടങ്കം പറയുന്നു. ന്യൂസ് ടുഡേ, ദുബായ്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പൊള്ളുന്ന യാത്രാ നിരക്ക്. അവധിക്കാലമായതോടെ കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് നിലവിലുള്ളതിന്റെ 4 ഇരട്ടിയായാണ് വർദ്ധിച്ചത്. അവധിക്കാലമായതോടെ കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കമ്പനികൾ കുത്തനെ കൂട്ടി. നിലവിലുള്ളതിന്റെ 4 ഇരട്ടി വരെയാണ് വർധന. ദുബായ്, ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാർച്ച് ആദ്യവാരം 6000 മുതൽ 10000 വരെയായിരുന്നു ശരാശരി നിരക്ക്. എന്നാൽ ഇപ്പോൾ 20,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ്. 9,000 മുതൽ 12,000 വരെ ഉണ്ടായിരുന്ന കുവൈത്തിലേക്ക് ഒറ്റയടിക്ക് 50,000 വരെ എത്തിയിട്ടുണ്ട്. ദുബായിലേക്കുള്ള നിരക്ക് കൂടിയതോടെ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കും കൂടി. ജെറ്റ് എയർവേസിന്റെ പ്രതിസന്ധിയാണ് കമ്പനികൾ നിരക്ക് കൂട്ടാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഒട്ടേറെ അന്താരാഷ്ട്ര സർവീസുകളാണ് ജെറ്റ് റദ്ദാക്കിയത്. അപകട സാധ്യതയുള്ളതിനാൽ ബോയിംഗ് 737 മാക്സ് 8 വിമാനങ്ങൾ സർവീസ് നടത്തരുതെന്ന് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള മടക്ക ടിക്കറ്റിന് നിരക്ക് പഴയതു തന്നെയാണ്. ഇവിടുത്തെ യാത്രക്കാരെ പിഴിയാനാണ് വിമാന കമ്പനികൾ ശ്രമിക്കുന്നതെന്ന് ആരോപണമുയർന്നു. സാധാരണ ഗൾഫിൽ അവധിക്കാലമാകുന്ന ജൂൺ, ജൂലൈ മാസങ്ങളിലും അവധി അവസാനിക്കുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലുമാണ് നിരക്ക് കുത്തനെ ഉയരുന്നത്. ന്യൂസ് ടുഡേ.
ജിദ്ദയിൽ 60 ചേരി പ്രദേശങ്ങൾ പൊളിച്ചു നീക്കേണ്ടത് അനിവാര്യമാണെന്ന് മേയർ സ്വാലിഹ് അൽ തുർക്കി. മക്ക എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്താണ് മേയർ ഇക്കാര്യം അറിയിച്ചത്. മക്ക എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്താണ് ജിദ്ദയിലെ 60 ചേരികൾ പൊളിച്ചു നീക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മേയർ പറഞ്ഞത്. ഇതിൽ പല ചേരികളും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലാണ്. ചേരി പ്രദേശങ്ങളുടെ വികസനത്തിന് മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രാലയം പുതിയ സേവനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചേരി വികസനത്തിൽ തങ്ങളുടെ പങ്ക് നിർവഹിക്കുന്നതിന് നഗരസഭകളെ പുതിയ സംവിധാനങ്ങൾ അനുവദിക്കുന്നു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് ജിദ്ദ നഗരസഭ ശ്രമിക്കുന്നതെന്നും മേയർ പറഞ്ഞു. ചേരി പ്രദേശങ്ങളിലുള്ളവർ അടക്കം ജിദ്ദ നിവാസികൾക്ക് മികച്ച പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് നഗരസഭ ഊന്നൽ നൽകുന്നത്. പാർക്കുകളും റോഡുകളും നിർമ്മിച്ചും തെരുവു വിളക്കുകൾ സ്ഥാപിച്ചും ചേരി പ്രദേശങ്ങളുടെ വികസനത്തിന് നഗരസഭ ശ്രമിച്ചു വരികയാണ്. ജിദ്ദയെ ലോകത്തെ പ്രധാന നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റിയെടുക്കുന്നതിനാണ് ശ്രമം. ജിദ്ദയിൽ ചില പദ്ധതികളുടെ പൂർത്തീകരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. സമ്പന്നമായ ചരിത്രത്തിലേക്ക് ജിദ്ദയെ തിരികെ എത്തിക്കുമെന്നും ഇക്കണോമിക് ഫോറത്തിൽ മേയർ വ്യക്തമാക്കി. ന്യൂസ് ടുഡേ, മക്ക. ലുലു ഗ്രൂപ്പും മാജിദ് അൽ ഫുർത്തീൻ ഗ്രൂപ്പുമായി ഏകീകരിച്ച് വോക്സ് സിനിമാസ് എന്ന പേരിൽ തിയേറ്റർ പദ്ധതിക്ക് സൗദിയിൽ തുടക്കം കുറിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് റിയാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇരു കൂട്ടരും കരാറിലൊപ്പിട്ടു. ലുലു മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള അത്യാഫ് മാളിൽ 11 സ്ക്രീനുകളോടും 650 സീറ്റിംഗ് സൗകര്യത്തോടും കൂടിയ ലോകോത്തര നിലവാരമുള്ള തിയേറ്ററാണ് ഒരുങ്ങുന്നത്. മലയാളം അടക്കമുള്ള വിവിധ ഭാഷകളിലുള്ള സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കും. സിനിമാ ലോഞ്ചിനോടൊപ്പം എല്ലാ ബൗളിംഗ് എന്ന പേരിൽ ബൗളിംഗ് സെന്ററിനും പദ്ധതിയായിട്ടുണ്ട്. നിലവിൽ അത്യാഫ് മാളിൽ 2,20,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗിനും ഭക്ഷണ വിശ്രമ വേദികളും ആഗോള നിലവാരത്തിലുള്ള വ്യത്യസ്ത തരം ബ്രാൻഡുകളുടെ വിവിധ ഐറ്റങ്ങളുടെ വൻ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കു വേണ്ടി വ്യത്യസ്തമായ വിനോദവേദി ഒരുക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ലുലു KSA ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. ഈ സംരംഭത്തിന് പങ്കാളിയാവുന്ന മാജിദ് അൽ ഫുത്തീൻ ഭാരവാഹികളോടുള്ള പ്രത്യേക നന്ദിയും അറിയിച്ചു. ലുലു ഗ്രൂപ്പുമായുള്ള പുതിയ സംരംഭത്തിലൂടെ വിശാലവും അസാധാരണവുമായ ഒരു സിനിമാ ലോകം ഇവിടുത്തെ ജനതയ്ക്ക് സമർപ്പിക്കുന്നത് തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണെന്നും തുടർന്നും വ്യത്യസ്തമായ വിനോദവേദികൾ കസ്റ്റമേഴ്സിന് സമർപ്പിക്കുന്നതിനായി ലുലു ഗ്രൂപ്പുമായി പ്രവർത്തിക്കുമെന്നും മാജിദ് അൽ ഫുത്തീൻ ഡയറക്ടർ മുഹമ്മദ് അൽ ഹാഷ്മി പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. മാസങ്ങളായി ജോലി നഷ്ടപ്പെട്ട് ശമ്പളമില്ലാതെ കഴിയുന്ന റിയാദിലെ JNP ക്യാമ്പിൽ പ്രവാസി സാംസ്കാരിക വേദിയും സഫ മക്ക പോളിക്ലിനിക്കും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം കോർഡിനേറ്റ് ചെയ്ത ക്യാമ്പിൽ 300ഓളം പേരാണ് പങ്കാളികളായത്. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം കോർഡിനേറ്റ് ചെയ്ത ക്യാമ്പിൽ 300ഓളം രോഗികൾക്ക് മരുന്നും രക്തപരിശോധനയും ഡോക്ടർമാരുടെ കൺസൾട്ടിംഗും ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ സേവനങ്ങളും സൗജന്യമായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താനാകാത്ത രോഗങ്ങൾക്കായി കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നതിനും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനുമായി രോഗികളെ ക്ലിനിക്കിലേക്ക് റഫർ ചെയ്തു. ജനറൽ ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളും ക്യാമ്പിലെത്തിയിരുന്നു. അത്യാവശ്യമെങ്കിൽ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായ ആംബുലൻസും മറ്റ് സംവിധാനങ്ങളും സജ്ജമായിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അവസാനിച്ചത്. പ്രവാസി സാംസ്കാരിക വേദി വോളണ്ടിയർമാരും സഫ മക്കയുടെ 18-അംഗ മെഡിക്കൽ സംഘവുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. തൊഴിൽ മന്ത്രാലയ പ്രതിനിധി ഇബ്രാഹിം അൽ ഉനൈസി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ സഹജീവികളെ സഹായിക്കാൻ കൂട്ടമായെത്തിയ പ്രവാസി സാംസ്കാരിക വേദിയുടെയും സഫ മക്കയുടെയും പ്രവർത്തനങ്ങൾ ആശ്ചര്യമുണ്ടാക്കിയെന്നും ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിച്ച് മന്ത്രാലയത്തിന് കത്ത് നൽകുമെന്നും ഉനൈസി പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകരും JNP ക്യാമ്പിലെ എംബസി പ്രതിനിധിയുമായ ഷിഹാബ് കൊട്ടുകാട്, റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ഉബൈദ് എടവണ്ണ, പ്രവാസി സാംസ്കാരിക വേദി വെൽഫെയർ കൺവീനർ സൈനുൽ ആബിദ്സ, സലീം മാഫി, ദിലീപ് കൃഷ്ണ, മുഹമ്മദ് നഷീദ്, ഐമൻ സയ്യിദ്, അബ്ദുറഹ്മാൻ മറായി, സഫ മക്ക പോളിക്ലിനിക് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തമ്പാൻ, ചാരിറ്റി വിംഗ് കോർഡിനേറ്റർ ഡോക്ടർ അസ്ലം, ഡോക്ടർ അൽതാഫ്, അഡ്മിൻ കമ്മിറ്റി അംഗങ്ങളായ യഹിയ ചെമ്മാണിയോട്, AK ജാബിർ, നൌഫൽ പാലക്കാടൻ, ഇംതിയാസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. PR ആൻഡ് മെഡിക്കൽ വിഭാഗത്തു നിന്ന് കുഞ്ഞി കാസർഗോഡ്, കാസിം, അലി ഫൈസി, നാസർ, അസ്രത് റഹ്മാൻ, യാസർ എന്നിവർ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, റിയാദ്.
അറബ് വിനോദസഞ്ചാരികൾക്കായി റിയാദിലും ജിദ്ദയിലും കേരള ടൂറിസം റോഡ് ഷോ സംഘടിപ്പിച്ചു. റിയാദിൽ ഫൈസലിയ ടവറിൽ നടന്ന പരിപാടി ഇന്ത്യൻ എംബസി DCM ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലേക്ക് അറബ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അസോസിയേഷൻ ഓഫ് അറബ് ടൂർ ഓപ്പറേറ്റേഴ്സ് ആറ്റോ ജിദ്ദയിലെ മെറിഡിയൻ ഹോട്ടലിലും റിയാദിലെ ഫൈസലിയ ടവറിലും സംഘടിപ്പിച്ച പരിപാടിയിൽ ഒട്ടേറെ അറബ് വിനോദസഞ്ചാരികൾ പങ്കാളികളായി. റിയാദിലെ ഫൈസലിയ ടവറിൽ വെച്ച് സൗദി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന റിയാദ് ട്രാവൽ ഫെയർ 2019 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റർമാരും സ്റ്റാർ ഹോട്ടൽ, സുഖചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രതിനിധികളും ടൂറിസം വകുപ്പിലെ പ്രമുഖരും പങ്കാളികളായി. കൊച്ചി, കുമരകം, കുമളി, തേക്കടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അറബ് ടൂർ ഓപ്പറേറ്റർമാരാണ് കൂടുതലും വന്നെത്തിയത്. ട്രാവൽ ഫെയറിലെ ഇന്ത്യ പവലിയനിലെ ഏക സ്റ്റാൾ കേരളത്തിന്റേത് മാത്രമായിരുന്നു. കേരളത്തിന്റെ സ്റ്റാൾ ഇന്ത്യൻ എംബസി DCM ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ C. റാംബാബു സെക്കൻഡ് സെക്രട്ടറി, ആറ്റോ പ്രസിഡന്റ് തോമസ് ബാബു, ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ മണ്ണഞ്ചേരി, ട്രഷറർ മുഹമ്മദ് അനീസ്, ആറ്റോ മുൻ പ്രസിഡന്റ് റഷീദ് കക്കാട് എന്നിവർ നേതൃത്വം നൽകി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ടൂറിസം രംഗത്തെ വികസനത്തിനായി നടപ്പിലാക്കിയ പുതിയ പദ്ധതികൾ കേരള ടൂറിസത്തിന്റെ മുന്നേറ്റത്തിന് സഹായിച്ചതായി ആറ്റോ പ്രതിനിധികൾ അറിയിച്ചു. മേള 3 ദിവസം നീണ്ടു നിൽക്കും. ന്യൂസ് ടുഡേ, റിയാദ്.